മാഡം ഈ കാലഘട്ടത്തിൽ മാഡത്തിനേക്കാളും പ്രായം കുറഞ്ഞ ഒരാളെ കിട്ടുക എന്ന് വെച്ചാല് അതത്ര വലിയ പ്രശ്നമൊന്നുമല്ല. അല്ല അവിടെ ഒരു പ്രശ്നമുണ്ടല്ല. എന്ത്? മാഡം ഹെഡ് മിസ്സും ആ പയ്യൻ സ്റ്റുഡന്റും അല്ലേ? തന്നോട് ആരപ്പോ വലിഞ്ഞേറി വരാൻ പറഞ്ഞത്? അതെ, ഈ വിഷയത്തിൽ മാഡത്തിന് ഒറ്റ കൂട്ടി കഴിഞ്ഞാൽ അത് സർവശിക്ഷ അഭിയാനെതിരാവും. അതുകൊണ്ടല്ലേ ഗോവിന്ദൻകുട്ടി വന്നു. ഗോവിന്ദൻകുട്ടി, താൻ എന്നെ തൊലക്കോടോ? മാഡം അത് മാത്രം പറയരുത്. അന്ന് സ്കൂളിൽ കഞ്ഞി വെക്കാൻ വന്ന മറിയാമ്മ ചേച്ചിയുടെ ചന്തിക്കാനും തട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഇവിടെയാണ് സ്കൂളിലെ എല്ലാ സാറുമാരും ടീച്ചർമാരും എന്നെ കൈയൊഴിഞ്ഞു. അന്ന് എൻ്റെ ഒപ്പം നിന്നത് മാഡം മാത്രമാണ്. മാഡം നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ചന്തി ബന്ധമില്ലേ മാഡം? എന്തൊക്കെ പറഞ്ഞാലും മാഡത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി മാത്രമേ ഈ ഗോവിന്ദൻകുട്ടി പ്രവർത്തിക്കൂ. എടോ, നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? അല്ല, എന്തിനാ ശരിക്കും നമ്മളിവിടെ വന്നത്? അവനെ പറഞ്ഞ് മനസ്സിലാക്കി അവൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാ. അവൻ നിൽക്കണു മാഡത്തിന്റെ കാമുകൻ. അതല്ല മാഡം, സ്കൂളിൽ ഉച്ചക്കഞ്ഞും ബിരിയാണി കൊടുക്കണം പറഞ്ഞാൽ പോലും അവൻ നേരെ ചൊവ്വ കാര്യത്തിൽ വരാത്തവനാണ്. കാമുകനെ കാണാൻ ഒരു കൃത്യനിഷ്ഠ ഉണ്ടാ. പക്ഷേ അവൻ മാഡത്തിനെ കൊണ്ടേ പോകൂ. അതിന് ഇപ്പൊ വേണ്ട, ഉണ്ണിമേരിന് ചാമ്പാന്തകളെ ടീച്ചറിന് എനിക്ക് അനുസ്മരിക്കാൻ പറ്റുന്നത്. താനങ്ങനെ അധികം അനുസ്മരിക്കണ്ട. വാ. ഇല്ല ഗോപിക്കുട്ടൻ, അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളു. നമുക്ക് എന്താണ്? മിണ്ടാതെ വാടോ. അല്ല മാഡം പറഞ്ഞതാ ശരി. മാഡം എണീറ്റേക്കണം ബഹുമാനമായിട്ട്. അതിപ്പോ കല്യാണം കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എണീക്കടാ. ഇതിനെ ചൂരല് വേണ്ടി വരട്ടെ കല്യാണം കഴിഞ്ഞാലും. ഹായ് മാഡം. നീ മാഡത്തിന് ശരിക്കും ലവ് ചെയ്യുന്നുണ്ടാ? യാ, ഓഫ് കോഴ്സ് ഐ ഡു. അമ്മോ, ശരിക്കും മിണ്ടാതിരിക്കണോ? അല്ല മാഡം, ഞാൻ മാഡത്തിന്റെ സ്റ്റുഡന്റ് എന്നുള്ളൊരു കാരണം വെച്ചിട്ട് മാഡം ഒഴിവാക്കരുത്. എടോ, ഇതൊന്നും ശരിയാവില്ല. എന്താണ് മാഡം? തന്റെ അച്ഛൻ ഗംഗാധരനെ പഠിപ്പിച്ചത് എന്റെ അമ്മയാ. ആ അച്ഛന്റെ മോനെ എന്നോട് ഇങ്ങനെയൊക്കെ? ഇവന്റെ അച്ഛനും കണക്കായിരുന്നു. മിണ്ടാതിരിക്കണോ? പറഞ്ഞല്ലോ. എന്റെ മാഡം, ഇതൊന്നും ഈ കാലത്ത് ഒരു പ്രശ്നമേ അല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ സച്ചിൻ തെണ്ടുൽക്കറുടെ ഭാര്യ 4 വയസ്സ് മൂത്ത്. പ്രിയങ്ക ചോപ്ര നിക്ക്. എന്ത് നിക്കാൻ പറയണ്ട? അതല്ല, ഞാനൊന്ന് പറയുന്നത് കേക്ക്. അതും 10 വയസ്സ് മൂത്ത്. ഐശ്വര്യ അഭിഷേക് ബച്ചൻ നല്ല പോയിന്റ്. അത് പറയാം. നല്ല പോയിന്റ്. ഇപ്പം 2 വയസ്സ് മൂത്ത്. അപ്പൊ അവർക്ക് കേട്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ മാഡം? എടാ അതല്ല, ഈ എണ്ണ ഉണങ്ങണത് എണ്ണക്കാണെന്ന് പറയാ. എന്ന് വെച്ച് ആട്ടുംകാട്ട് ഉണങ്ങണത് എന്തിനാണെന്ന് മനസ്സിലാണല്ലോ. എടോ, അവർക്കൊക്കെ കെട്ടാം, പക്ഷെ നമുക്ക് പറ്റില്ല. അതെന്താ മാഡം? എടോ, അവർക്കൊക്കെ ജീവിക്കാൻ ഒരു വകയുണ്ട്, നിനക്കുണ്ടോ? മാഡം ആലോചിച്ച് നോക്ക്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഭർത്താവ് ഭാര്യനെ പണിയെടുത്ത് നോക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഓൾഡ് ഫാഷൻ അല്ലേ മാഡം? ഇപ്പൊ നോക്ക്, ഭാര്യ ഭർത്താവിനെ പണിയെടുത്ത് നോക്കണു, അതല്ലേ ഹീറോയിസം? ആണോ? അതെ മാഡം, വീട്ടച്ഛൻ. സത്യം. എന്നെ മാഡം, ഞാൻ സത്യം പറയട്ടെ, ഞാൻ മാഡത്തിന് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയി. എനിക്ക് മാഡത്തിനെ മറക്കാൻ പറ്റില്ല, അത്ര തന്നെ. ഈ ചെക്കനെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് അറിയാലോ. എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും ഭേദം മാഡത്തിന് മനസ്സന്തരപ്പെട്ടോളെ. ഇതൊരു നടക്കി പോകുന്ന ലക്ഷണം ഇല്ല. ഇനി എന്റെ പുറകെ നടന്നാ നിന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും. കൊടുക്കുവോ? കൊടുക്കും. എന്നാ ഞാനും കൊടുക്കും. എന്തിന്? മാഡം എന്നെ പീഡിപ്പിച്ചു, അത് മാത്രല്ല പ്രായപൂർത്തിയാവാത്ത തന്നെ ഉപയോഗിച്ചു എന്നുണ്ട്. അത് ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചിട്ട്. എടാ, നിർത്തിക്കേ. നീ എങ്ങോട്ടായി പോകുന്നത്? ഒരു യസ്മാമോഹിയാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? കഥയുടെ സാരാംശം സംസാരത്തിലുണ്ടല്ലേ? അതെ, മാഡത്തിന് കേട്ടാൻ പറ്റുമോ? പറ മാഡം, പറ. എനിക്കൊന്ന് ആലോചിക്കണം. അതിപ്പോ എന്തെങ്കിലും ആലോചിക്കണം മാഡം. എനിക്കെന്തൊരു കുറവ്? മാഡം, ചില സമയത്തെ തെറ്റായ തീരുമാനങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരും. വലിയ വില. തന്നെ ഞാൻ കെട്ടാം, പക്ഷെ ഒരു കണ്ടീഷൻ. എന്നാ പറഞ്ഞോളൂ. ഈ വരുന്ന കണക്ക് പരീക്ഷയ്ക്ക് 35 മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ കെട്ടാം. 35 മാർക്കല്ലേ മാഡം? അതിന് മേടിക്കാം. എന്നാ വാങ്ങിട്ട് വാ, അപ്പൊ കാണാം. അപ്പൊ എന്നാ റിസൾട്ട് ഒന്ന് കാണാം. മാഡം, ഇനി അവനെങ്ങാനും 35 മാർക്ക് മേടിക്കൂ? ഒരു ചാൻസും ഇല്ല. 35 മാർക്ക് എങ്ങനെ വാങ്ങിക്കാനാ? 2+15 ലൈഫ് എന്ന് എഴുതി വെച്ച മണ്ടൻ ഗംഗാധരന്റെ വിത്തല്ലേ? ഇതാ വഴിക്ക് പോയിക്കോളും, ഒരു സാധ്യതയില്ല. പോയാ മതി.
താൻ പാടോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 94 പ്ലേ ഹൗസ് ആണ്. സോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.